അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ശഅബാനിലെ 29-ാമത്തെ ദിവസമാണല്ലോ. ഇന്ന് മഗ്‌രിബിന് ശേഷമോ ഇൻഷാ അല്ലാഹ് നാളെയോ എന്തായാലും റമളാൻ ഒന്നാകും. റമളാൻ മാസപ്പിറവി കണ്ടാൽ എന്തൊക്കെ ദിക്റുകളാണ് നാം ചൊല്ലേണ്ടത് എന്നാണ് ഇന്ന് നോക്കുന്നത്. ആദ്യം തന്നെ റമളാൻ മാസപ്പിറവി കണ്ടാൽ 3 തവണ അൽഹംദുലില്ലാഹ് 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 എന്ന് ചൊല്ലുക. അതെന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് റമളാൻ മാസം ലഭിക്കുവാൻ പോവുകയാണല്ലോ. പലർക്കും നഷ്ടപ്പെട്ട റമളാൻ മാസം നമുക്കിതാ ലഭിക്കുന്നു. അതിനുള്ള ശുക്ർ റബ്ബിന് നൽകുക. നമ്മളെ റമളാനിലേക്ക് എത്തിച്ച റബ്ബിന് 3 തവണ അൽഹംദുലില്ലാഹ് പറയുക. അതിനുശേഷം മാസപ്പിറവി കണ്ടാൽ ഈ ദിക്ർ ചൊല്ലുക. ഏതാണ് ആ ദിക്ർ എന്ന് നോക്കാം. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസലാമത്തി വൽ ഇസ്ലാമി വതൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ് എന്ന് തുടങ്ങുന്ന ഈ ദുആ ചൊല്ലുക. അതിനുശേഷം സൂറത്ത് മുൽക്ക് പാരായണം ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ സൂറത്ത് മുൽക്ക് പാരായണം ചെയ്യുക. ഓൾറെഡി നിങ്ങൾ ഒരു മുൽക്ക് സൂറത്ത് ഓതിയിട്ടുണ്ടാകും. അത് നമ്മൾ സാധാരണ യാസീൻ സൂറത്തിൻ്റെ കൂടെ മുൽക്ക്, അതുപോലെ തന്നെ വാക്കിയ സൂറത്ത്, അർ-റഹ്മാൻ ഇത് തുടങ്ങിയ സൂറത്തുകളൊക്കെ ഓതുന്നതാണ്. അത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് കൂടാതെ മാസപ്പിറവി കണ്ടതിന് ശേഷം ഒരു മുൽക്ക് സൂറത്ത് ഓതുക. എന്നിട്ട് നമ്മുടെ തറാവി നിസ്കാരങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. തറാവി നിസ്കാരങ്ങൾക്കൊക്കെ ശേഷം കിടക്കുന്നതിന് മുന്നേയായിട്ട് സൂറത്തുൽ ഫത്ഹ്, അത് റമളാൻ മാസത്തിലെ ആദ്യത്തെ രാവിൽ ഓതൽ സുന്നത്താണ്. ഒന്നുകിൽ ഇന്ന്, അതായത് ചൊവ്വാഴ്ച രാത്രി ആയിരിക്കാം, അതല്ലെങ്കിൽ നാളെ രാത്രി ആയിരിക്കാം. എപ്പോഴാണോ മാസപ്പിറവി കാണുന്നത് അന്നത്തെ രാവിൽ ആണ് ഓതേണ്ടത്. സൂറത്ത് ഫത്ഹ് ഓതുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു വർഷക്കാലം അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. പാപങ്ങളൊക്കെ പൊറുക്കുവാൻ വേണ്ടിയിട്ടും ദുആ ചെയ്യുക. കാരണം റമളാൻ മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണല്ലോ. ആ ഒരു ശുദ്ധിയോട് കൂടിയും വൃത്തിയോട് കൂടിയും മാനസികപരമായിട്ടുള്ള റബ്ബിനോടുള്ള അടുപ്പത്തോടു കൂടിയും നോമ്പനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. റമളാനിൻ്റെ 1-ാമത്തെ രാവ്, അതായത് ഒറ്റപ്പെട്ട രാത്രി ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുണ്ട്. ആ ദിവസങ്ങളിൽ ദിക്ർ കൊണ്ടും ഖുർആൻ കൊണ്ടും ധന്യമാക്കണം. അതുപോലെ തന്നെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് റബ്ബിൻ്റെ മുന്നിൽ തൗബ ചെയ്ത് മടങ്ങണം. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റേതായ സമയത്ത് ആ ഒരു കൃത്യതയോടുകൂടിയും ഭക്തിയോടുകൂടിയും ചെയ്യുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. റമളാൻ മാസത്തിലെ മുഴുവൻ നോമ്പും നോൽക്കുവാനും, അതുപോലെ തന്നെ ഒരു ക്ഷീണമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ നല്ല ആഫിയത്തോടു കൂടി നല്ല എല്ലാ നോമ്പുകളും നോൽക്കുവാനും, നിസ്കരിക്കുവാനും, ഖുർആൻ ഓതുവാനും, ദിക്റുകൾ ചൊല്ലുവാനും ഒക്കെ റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാൻ മാസം ലഭിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ഒരു മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി നല്ല റാഹത്തും ഇസ്സത്തും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ദിവസം നമ്മൾ എല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പകൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങൾ ആരോടെങ്കിലും മാപ്പ് ചോദിക്കാനുണ്ടെങ്കിൽ അവരോട് പൊറുക്കലിനെ ചോദിക്കുക. നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ആരെങ്കിലും പിണങ്ങി നിൽക്കുകയാണെങ്കിലും അവരോടൊക്കെ പിണക്കങ്ങൾ മാറ്റുക. ആരോടെങ്കിലും പൊറുക്കലിനെ ചോദിക്കാനുണ്ടെങ്കിൽ അവരോടൊക്കെ പൊറുക്കലിനെ ചോദിക്കുക. എന്നിട്ട് ഈ മഗ്‌രിബിൻ്റെ സമയത്ത് റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങുക. റമളാനിനെ വരവേൽക്കുക. നമ്മളുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയായി ശുദ്ധിയാക്കി കൊണ്ടുവന്നതുപോലെ
നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മൾ റമളാനിലേക്ക് വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം, പാപമോക്ഷമാക്കണം. അതിനുവേണ്ടി പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ ദുആകളും റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ എടുക്കാൻ പോകുന്ന നോമ്പിനെയും എടുത്തിട്ടുള്ള നോമ്പിനെയും നിസ്കാരത്തെയും ദിക്റുകളെയും എല്ലാം റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.